10-15 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കുന്നതാണ് ഈ ഡിഷിന് വളരെ നല്ലത്. ഇനി ഒരു വലിയ ബൗളിലേക്ക് ഒരു വലിയ കപ്പ് മൈദ ഇടാം. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയാണെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാണ്, അതായത് ചില്ലി ഫ്ലേക്സ്. മുളക് പൊടി ചേർക്കരുത്. മുളക് പൊടി ചേർത്താൽ ടേസ്റ്റ് മാറിപ്പോകും. 1 ടേബിൾ സ്പൂൺ കറിവേപ്പില ചെറുതായി നുറുക്കിയത് ചേർക്കാം. കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയിലയും ചേർക്കാവുന്നതാണ്. 1/4 കപ്പ് സബോള ചെറുതാക്കി അരിഞ്ഞതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ചിക്കൻ മസാല ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. ചിക്കൻ മസാല ഇല്ലാത്തവർക്ക് ഗരം മസാലയും ചേർക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യിന് പകരം ബട്ടർ ഉരുക്കിയതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് പൊടിയുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെയായി ചേർത്ത് മിക്സ് ചെയ്ത് നോക്കണം. നല്ല ഒരു ദോശമാവിൻ്റെ ഒക്കെ പരുവത്തിലാണ് നമുക്ക് ഈ ബാറ്റർ കിട്ടേണ്ടത്. അപ്പം അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. കട്ടകളൊന്നും ഇല്ലാതെ കലക്കിയെടുത്ത ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ തടവി കൊടുക്കാം. അതിലേക്ക് 1-2 തവി ഒഴിച്ച് ദോശ പോലെ നൈസായി പരത്തരുത്. ചെറിയതായിട്ട് തിക്കായിട്ടാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി. ഒരു ഭാഗം എത്തു കഴിഞ്ഞാൽ മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു ഭാഗത്ത് നല്ല രീതിയിൽ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ കൂടെ പുരട്ടി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇത് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാനായിട്ട് ടേസ്റ്റാണ്. വെറുതെ കട്ടൻ ചായയുടെ കൂടെ അല്ലെങ്കിൽ പാൽ ചായയുടെ കൂടെ കഴിക്കാവുന്നതാണ്. ഇനി കറി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാനിവിടെ കടലക്കറിയാണ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. ചിക്കൻ കറിയോ അല്ലെങ്കിൽ കുറുമയോ ഗ്രീൻ ബീൻസ് കറിയോ ഒക്കെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് നല്ല അടിപൊളി കോമ്പിനേഷനാണ്.